ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ വെയിൽസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും ഞങ്ങളുടെ കുറച്ച് നല്ല നല്ല എക്സ്പീരിയൻസും നല്ല കുറച്ച് ലൊക്കേഷൻസും മാത്രമാണ് അവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങളുടെ വെയിൽസ് ട്രിപ്പ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. വൺ ഡേ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഹറി ബറിയായിട്ട് കൂടുതൽ ലൊക്കേഷൻസ് കാണാതെ ഞങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. എല്ലാം പ്ലാൻ പോലെ തന്നെ നടന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള കുക്കിംഗ്, ഒരുമിച്ചുള്ള സ്റ്റേ, അതെല്ലാം ഞങ്ങളുടെ ഇടയിലുള്ള റാപ്പ് വെച്ചുകൂടെ നല്ലതാക്കി എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനിയും കൂടുതൽ ട്രിപ്സ് നമ്മൾ പ്ലാൻ ചെയ്യും, ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തു. ഈ ഹറി ബറിയായിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കൊച്ചു ട്രിപ്സും ഒക്കെ നമ്മളെ ഒത്തിരി മെൻ്റൽ ഹെൽത്തിനും ഒത്തിരി പീസിനും ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ പോകണം. അത് നമ്മുടെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ കിഡ്സിന് ഒത്തിരി നല്ലതാണിത്. അവർ കിഡ്സ് തമ്മിലുള്ളൊരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. വെയിൽസിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വെയിൽസ് ബീച്ചാണ്. നമ്മുടെയും മെയിൻ അട്രാക്ഷൻ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവിടെ ഞങ്ങൾ ബീച്ചിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ബീച്ചിൻ്റെ അടുത്ത് കാരവാൻ എടുത്തു. കിഡ്സ് കുറേ നേരം കളിച്ചു. പിന്നെ ബ്രിട്ടീഷ് ഫേമസ് ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. 2 days പോയതേ അറിഞ്ഞില്ല. ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ടെന്ന് പറയുന്നത് കിഡ്സിനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വരിക എന്നുള്ളതായിരുന്നു. എല്ലാവരും ഭയങ്കര സാഡായിരുന്നു. കസിൻസിനെ എല്ലാം മീറ്റ് ചെയ്ത് അവരെ സെപ്പറേറ്റായി വീട്ടിൽ പോകുക എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ജെന്യുവിൻ അല്ലേ. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ അമ്മ വീട്ടിൽ പോകുക എന്ന് പറയുന്ന ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അന്ന് അമ്മ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ബസ്സിലോട്ട് കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമവും ഒരു സാഡ്നെസ്സും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമ്മുടെ കിഡ്സിനും ആ ഒരു ഫീലിംഗ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത്, ആ സെയിം ഫീലിംഗ്. ഇപ്പോഴും എനിക്ക് പുറകോട്ട് തിങ്ക് ചെയ്യുമ്പോൾ ആ ഒരു ദിവസങ്ങൾ ഒരു മൂവി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ബ്ലൂ കളറിലെ ചെമ്പക്കര, കോഴഞ്ചേരി ടു കോട്ടയം, കുറച്ച് KSRTC ബസ്, പിന്നെ അത് വേണാട് സംതിങ് ആയി. അതൊരു ഭയങ്കര ഫീലിംഗാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്നത്, ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്കൊരിക്കലും അത് തിരിച്ചു കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഫീലിംഗാണത്. അമ്മ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചു കസേരയിലിരിക്കുന്ന അപ്പച്ചനും അവിടുത്തെ അമ്മച്ചിമാരും അവിടുത്തെ കുറേ കസിൻസും, എസ്പെഷ്യലി നമ്മുടെ ലാർജ് വെക്കേഷൻ, സമ്മർ വെക്കേഷൻ്റെ സമയത്ത് അങ്ങോട്ട് കയറി ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല. നമ്മുടെ കസിൻസ് എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്. ചിലപ്പോൾ ഞാൻ ഓർക്കും നമ്മുടെ കിഡ്സിനൊക്കെ അതൊക്കെ മിസ്സായല്ലോ ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ എന്ന്. പക്ഷേ അവരവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും അല്ലേ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ആസ് പേരൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് ഒക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് അവരുടെ കസിൻസുമായിട്ടും അവരുടെ ബ്രദേഴ്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനായിട്ട് നമുക്ക് ഒക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഹോപ്പ് ദേ ആർ എൻജോയിങ്. അതിൻ്റെ കൂടെ നമ്മളും ഇതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. സന്തോഷമായിട്ടിരിക്കും എല്ലാവരും. ബൈ. See you in next video.